ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 61. 6-1 6-1 എത്ര 7 വെറുതെ 60 ദിവസം കഴിഞ്ഞു. 40 ദിവസം കൂടി അല്ലേ. അപ്പോ ബിന്നിയുടെ ഹസ്ബൻഡ് രാവിലെ തന്നെ ടെറ്റാ ബൈ പറഞ്ഞു പോവട്ടെ അല്ലേ. മാന്യൻ അല്ലേ, മാന്യനായ ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. അല്ല ഇത് ഞാൻ പറയാ, ഇതിപ്പോ ലെറ്റ്സേ ഇതിപ്പോ ബിന്നിയുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, വേറെ ഏതെങ്കിലും ഒരാള് ചിലപ്പോ കേറിയിട്ട് കംപ്ലീറ്റ് ഗെയിം തന്നെ എന്ത് ചെയ്യാം, ഉൾട്ടടിച്ച് കോളാക്കി പോകുന്ന രീതിയിൽ ചെയ്യായിരുന്നല്ലോ അല്ലേ. ചെയ്യാവുന്ന പരിപാടിയാണ്. പക്ഷെ മൂപ്പര് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ സാധനം ചെയ്തു പോയി. മേ ബി ചിലപ്പോ അവര് ഇന്നുണ്ടായ പോലെ തന്നെയാണ് അവര് ലൈഫ് ലോങ് ആയിട്ട് വെച്ച് അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റീസെന്റ് മാരീഡ് ആണോ ആണ് തോന്നുന്നത്. അവര് ഭയങ്കര ബോണ്ടായിരുന്നു അവര് അല്ലേ. ഈ സീസണിൽ തന്നെ ഏറ്റവും ക്യൂട്ടസ്റ്റ് എല്ലാരും പറയും ആദില നോറ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഭയങ്കര ക്യൂട്ട് മൊമെന്റ്സ് ആയിരുന്നു ബിന്നി ആൻഡ് ഹസ്ബൻഡ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ അവിടെ ഇരിക്കുമ്പോ ബാക്കിയുള്ളവർ കാണിക്കുമ്പോ ചിരിയ വരിക, അതോ സ്വാഭാവികമാണ്. അയാൾക്ക് അതന്നെ വിചാരിക്കണ്ടാവും, എന്തിനാ ഈ അടി കൂടുന്നു ചപ്പാത്തിക്ക്. നൂബിനൊരു ഗെയിം ചേഞ്ചർ ആവുമോ? ഇത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. കാണുന്നല്ലേ കൊണ്ടുപോകുന്ന അല്ല, ബിന്നി പെട്ടിയെടുക്കുമെന്ന്. ഇനി എന്താ ഗെയിം ചേഞ്ചുള്ള ബിന്നിനോട് ഇവനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ദിയ ചേച്ചി കയറിയപ്പോ മറ്റവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി വീട്ടുകാർ കയറിയപ്പോ ഒരാളല്ലേ വിന്നറാവൂ. ഏകദേശം പുറത്തൊരു ട്രെൻഡ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം വീട്ടുകാരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഏകദേശം ടോപ്പ് 5ന്റെ ഒരു ട്രെൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കേറുമ്പോ തന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ മെജോറിറ്റി ആളുകൾ അന്വേഷണം പറയുന്നില്ലേ കേറുമ്പോ ഉണ്ടോ? ഞാൻ പറയണില്ല. ഓപ്പൺ ആയിട്ട് ഇവന്റെ അനിലിന്റെ അനിയൻ വന്നപ്പോ തന്നെ അനീഷേട്ടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനീഷേട്ടൻ അടിപൊളി. അനീഷ്, ആര്യൻ, ഷാനവാസ് പിന്നെ അങ്ങനെ അവര് പറയുന്നില്ല. നൂറ, ആദില, അനുമോള്, ഇതൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാ വീട്ടുകാരും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, സ്ട്രൈറ്റ് അവേ, അതായത് വിത്തൗട്ട് എനിത്തിങ് അവർ പറയുന്നുണ്ട്. ഇപ്പൊ നെവിനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടി കയറിയപ്പോ പറഞ്ഞതും പിന്നെ ചില ആൾക്കാർ അവന്റെ ആ ഒരു ആട്രിബ്യൂട്ട് കൊണ്ട് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് പക്ഷെ അയാള് വിചാരിച്ചിരിക്കുന്നത് അയാള് വളരെ അടിപൊളിയാണ്. പുറത്തുനിന്ന് ലൈവില് ഇയാള് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും പുറത്തുനിന്ന് കിട്ടേണ്ട വിവരം എനിക്ക് എല്ലാവരും കിട്ടി, ഞാൻ എന്തായാലും പൊളിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മേ ബി ഇതില് ആദില പെട്ടിയെടുക്കാം, നൂറ പെട്ടിയെടുക്കാം, ബിന്നി പെട്ടിയെടുക്കാം. ആദില പെട്ടി ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടിയെടുക്കാൻ റെഡി ആയിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയാം. ആദില, നൂറ, ബിന്നി, ഷാനവാസ്, പിന്നെ ഈവൻ ചിലപ്പോ നമ്മളുടെ ഗിസയിൽ വരെ പറയാൻ പറ്റില്ല. ആദില നൂറിന്റെ ബിഗ് ബോസ് കളിക്കുന്ന അതിന് മുന്നേ ഒരാളെ ഔട്ടാക്കും. അതുണ്ടാവും കുറച്ച് ടൈറ്റ് ആകുമ്പോ ബിഗ് ബോസ് ഔട്ട് ആക്കുന്നതിനേക്കാൾ ഇത് അവര് ഒരു കണ്ടസ്റ്റന്റായി മാറും. രണ്ടെണ്ണം മാറി. ഇനിയിപ്പോ എന്താണെന്നറിയോ, ഇനി ബിഗ് ബോസിന്റെ ഒരു ലക്ഷ്യം ഈ ഇവരെ മൂന്നാളില് ഒരു അടി ഉണ്ടാക്കാനുള്ള നോട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ബിഗ് ബോസിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിട്ടിട്ട് ആ വീട്ടിൽ വേറൊരു വില്ലൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ? അക്ബർ ഖാൻ. അക്ബറിന്റെ വീട്ടിനകത്തുള്ള എല്ലാരും അക്ബറിന്റെ വീട്ടിനകത്തുള്ള എല്ലാരും കൂടി വില്ലനാക്കി. ഈവൻ നമ്മൾ വരെ ഞാൻ വരെ മാനിപ്പുലേറ്റ് ആയി. അക്ബറോ? അല്ല, നമുക്ക് സംശയം അക്ബറാ? ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ? അവരെ എനിക്കത് അങ്ങനെ തോന്നിയത്. അതിലേക്ക് നമുക്ക് വരാം. അക്ബർ ബിയാർ ഉണ്ടാതിരി വരാം, ഞങ്ങള് വരാം. വെയിറ്റ്. അപ്പൊ രാവിലത്തെ അടി തന്നെ അനീഷിനെ വെക്കാം. അത് കിച്ചണിന്ന് അനീഷ് തന്നെ തുടങ്ങും. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം കഴിഞ്ഞ് നേരെ കിച്ചണിൽ പോകുന്ന എന്താ അടി ഉണ്ടാക്കേണ്ടത്. പിന്നെ ഫുള്ള് നടത്താണ് ഇന്നത്തെ കണ്ടന്റ്. ഇത് മറ്റേ അവിടെ ഒരു അടി ഇട്ട് കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ ഫ്രം ദ ഡേ വൺ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം നേരെ അടുക്കള ചെല്ലുന്നു, അടി ഉണ്ടാക്കുന്നു, നടക്കുന്നു. ഇത് മൂപ്പര സ്ഥിരം പാറ്റേൺ ആണ്. അതിനിടയില് അനുമോള് ചെറുതായിട്ടൊന്ന് അനുമോളെ പിടിക്കാൻ നോക്കിയതാ അനീഷിന്ന്. അനുമോള് വലിയ എന്ത് ചെയ്തില്ല. ഇപ്പൊ പണ്ടത്തെ അതിൽ അനീഷിനെ ആരും കൊടുക്കണില്ല കേട്ടോ, വെച്ച് കൊടുക്കുന്നില്ല. അവിടെയും പോയി അനീഷിനെ പോയി ചൊറിയുന്ന ആരാണ്? ഷാനവാസാണ്. ഓൻ ഷാനവാസിന്റെ മറ്റേ കരിയറിന്റെ 14 കൊല്ലം 10 കൊല്ലത്തെ കഥയും പറഞ്ഞ് അയാളെ ലൈഫ് ചരിത്രങ്ങളും അയ്യോ, ലൈഫ് ചരിത്രം എങ്ങനെ വിളിച്ചു പറയാതിരിക്കുക? ഇയാള് ഡേ 1 മുതൽ ബിഗ് ബോസ് ആകത്തിനകത്തുള്ള എല്ലാ കഥയും വീണ്ടും എന്തെങ്കിലും കച്ചറണ്ടായി കുത്തിപ്പൊക്കി പറയുന്നില്ലേ.
അത് പറയാതിരിക്കുന്നില്ലല്ലോ, അയാൾ അങ്ങനെ ഒരു ഈ മറന്നു പോയത് ഫുള്ള് അയാൾ നമ്മളെയും ഈ വീട്ടിലുള്ളവരെ എല്ലാരും ഓർമ്മിപ്പിച്ച് അങ്ങനെ എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല. അതിലേക്കൊക്കെ വരാം. അപ്പോ ആദ്യം തന്നെ ഈ അനീഷ് വക തിരികൊളത്തിയ അടി ചെറുതായിട്ടൊന്നിങ്ങനെ പോയി എന്നല്ലാതെ വലിയ കാര്യം ഇമ്പാക്ട് ഉണ്ടായില്ല. അതിനുശേഷം 3 വീട്ടുകാർ വരുന്ന ടാസ്ക് കൊടുത്തു. ഇതിൽ തന്നെ ഒരു കോൺട്രവേഴ്സി കടന്ന് കളിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ കുട്ടിക്ക് കയറാൻ പറ്റിയില്ല. there are some issues going on. ഹസ്ബൻഡിന്റെ വീഡിയോ ഇട്ടിട്ട് ഹസ്ബൻഡിന്റെ വീഡിയോ ഇട്ടിട്ട് കാറ് അരി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അല്ല അത് ഉദ്ദേശിച്ചത് നമ്മൾ തന്നെയാണ്. അയാളല്ലോ കമന്റിലല്ലേ പറഞ്ഞു. അല്ലല്ല, അയാൾ തന്നെ കാറ് അരി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിനോടാണ് പറയാനുള്ളത്, എനിക്കിത് വേറൊരു സെപ്പറേറ്റ് കണ്ടന്റ് ആക്കി നമ്മളിലേക്ക് എത്തിയ കാര്യങ്ങളൊന്നും വലിച്ചു പുറത്തിടാൻ ഒരു താല്പര്യമില്ല. കാരണം അത് വെറുതെ എന്തിനല്ലേ, നമുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരാൻ ഒരു താല്പര്യമില്ല. ഇനി ബാക്കിൽ നിങ്ങളുടെ പിന്നിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കുത്തിയിളക്കി നിങ്ങളെ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നാമ്പുറത്തുള്ള ആൾക്കാരോട് ആൺകുട്ടികളെ പോലെ നേരിട്ട് വരാൻ പറയാം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ടുള്ള കളികളാണെന്നുണ്ടെങ്കിൽ മാൻ നിങ്ങൾക്ക് തന്നെയാണ് വിഷയങ്ങൾ വരിക. എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് നമ്മൾ ഇതൊക്കെ കുറേ ഈ കാറിനകത്ത് അരി മേടിച്ച് കണ്ട സ്കീമാണ്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ സ്കീം കുറേ കണ്ടതാണ്. എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല. 2 ജെൻഡറോ 3 ജെൻഡറോ 4 ജെൻഡറോ മുഖവും വായില്ലാത്ത ഏതെങ്കിലും ജെൻഡറിലെ 4 കൂലിപ്പട്ടാളങ്ങളെ വിളിച്ച് കമന്റ് ഇട്ട് അതിന്റെ മുകളിൽ കൂടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. നേരിട്ടാണെന്നുണ്ടെങ്കിൽ വാ, അപ്പം ഞാൻ സംസാരിക്കാം. അല്ല 10 ആളെ ഫോൺ വിളിച്ചും 4 ആളോട് ബാക്കെന്ന് പറഞ്ഞു ഇങ്ങളോട് പറഞ്ഞിട്ടൊക്കെ കളിക്കുന്നവരോടാണ് പറയാനുള്ളത്. നേരിട്ട് വന്നിട്ടുള്ള ആ ചങ്കൂറ്റം കാണിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യും. ഇനി ബ്രദറിന് എന്തെങ്കിലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അറിഞ്ഞ കാര്യങ്ങൾ ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ ഐ വിൽ ഷെയർ. ഐ ഹാവ് നോ വറീസ്. ഓക്കെ, ഞാൻ ഇതുവരെ അത് പുറത്തെവിടെയും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ആകെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമ്മളിലേക്ക് എത്തിയ കാര്യം ഹിയർസേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതാണ് കാരണം എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇതിനകത്തുനിന്നൊരു കോൺട്രവേഴ്സി കണ്ടന്റ് ഉണ്ടാക്കി അതൊരു PR അടിച്ച് സീക്രട്ട് ഏജന്റ് വഴി ലക്ഷ്മിക്ക് 10 വോട്ട് കയറ്റി കൊടുക്കാൻ നിൽക്കണ്ട. അത് നോക്കും വേണ്ട. ആ ഒരു സ്കീം ഞാൻ നിങ്ങൾക്ക് തരില്ല. ആ സ്കീം എന്റെ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അത് ഈ സീസൺ റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ബീൻ ബാഗ് റിപ്പീറ്റ് ചെയ്ത് പോകും. ലക്ഷ്മിന്റെ അവസ്ഥ ഇപ്പൊ അതാണ്. അതിലേക്കല്ല, ലക്ഷ്മി ഒന്നും കൂടി എന്താ പറയാ, ഈ ഒരു കണ്ടന്റ് കാരണം ലക്ഷ്മിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കാരണം അത് കിട്ടണം, ബർത്തിയാണ്. കാരണം വീട്ടിലെന്തുകൊണ്ട് കുട്ടീനെ കയറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ലാലേട്ടൻ വരുമ്പോൾ ശരിക്ക് പറയണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരമ്മയാണ്, അത്രത്തോളം ചിന്തിക്കുന്നുണ്ട് ആ കുട്ടീനെ കുറിച്ച്. ഈ കുട്ടീനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടുകൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്. ആദിലാനോറയുടെ കേസ് വന്നപ്പോൾ അവർ അത്രയും ഓപ്പോസിറ്റ് ആയിട്ട് അവർ പറയുന്നത്. ആ കാര്യത്തിൽ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കുട്ടികൾ കാണുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് അപ്പോഴും കുട്ടീനെയാണ് അവർക്ക് കൺസേൺ. ആസ് എ മദർ അവർ കുട്ടീനെയാണ് കൺസേൺ. അവർക്ക് ഇപ്പൊ ആദിലാനോറ വീട്ടുകാരെ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ലക്ഷ്മി മകനെ വെയിറ്റ് ചെയ്യുന്നത്. കാണിക്കാത്തത് എന്തിന്റെ പേരിലാണെങ്കിലും കൺഫെഷൻ റൂമിൽ വെച്ച് കുട്ടിയെ കാണിച്ചു എന്നും പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് വയസ്സിന്റെ പ്രശ്നമൊന്നുമല്ല. പിന്നെ പറയുന്നുണ്ട് കൺസെന്റ് ആണ്. പിന്നെ ഈ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട് ഈ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ പുറത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. മാൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ മോൾ ഷൈനോ ഏഷ്യാനെട്ടോ തൊക്കട ടീമല്ല, മനസ്സിലായോ? ഈ ഏഴാങ്കൂലി ടീമല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ബാക്കിലിരുന്ന് പ്രവർത്തിക്കുന്ന ഞൊണ്ണാപ്പിയോളെ പോലത്തെ സ്കീമല്ല എൻ്റെ മോൾ ഷൈൻ ഓർ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഒരാളെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നല്ല രീതിയിൽ നടത്തിയിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിനെ അവർ ഈ ഷോയിൽ എടുക്കുക. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഈ പറഞ്ഞ ഇൻ്റർവ്യൂസ് ചെയ്യും. ഓരോ ഇൻ്റർവ്യൂവിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വേരിഫൈ ചെയ്യും, ഒരു ഓഡിറ്റ് ചെയ്യും. അപ്പം അതിനൊക്കെ ശേഷമാണ് ഓക്കെ നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സീനുണ്ടോ, അല്ലെങ്കിൽ ആ കണ്ടസ്റ്റന്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലുള്ള അവരുടെ അന്വേഷണം, ജെനുവിനിറ്റി, ഒരാൾക്കൊരു കേസോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് എല്ലാം ഏറ്റു. ഇപ്പം ഞാൻ ബിഗ് ബോസ് പോകുന്ന നേരത്ത് ഇന്നോടിൻ്റെ കേസ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആ ഷോവിനകത്തിരിക്കുന്ന സമയത്ത് കേസ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നമുക്കൊരു പ്രശ്നം, സാബുമാന് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ പേർക്ക് വന്നിട്ടുണ്ട്, അഖിൽ മാരാറിന് വന്നിട്ടുണ്ട്. അപ്പൊ അത് അവർ അങ്ങനെ ഓഡിറ്റ് എടുക്കുന്ന ഒരു ടീമാണ്, മനസ്സിലായില്ല? അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ചിലപ്പോൾ കാണും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കൺസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്കീമിലാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ കൺസെന്റ് കൊടുത്തിട്ടും അവരെന്തുകൊണ്ട് കുട്ടിയെ കയറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ വരുമ്പോൾ ആ ഷോ മേക്കേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അല്ലാതെ 4 PR വർത്താനം കേട്ടിട്ട് ഇതിനകത്ത് വന്നിട്ട് ഷോ ക്രിയേറ്റേഴ്സിനെയോ
ഏഷ്യാനെറ്റിനോ എൻ്റെ മോൾ ഷൈനോ നിങ്ങൾ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊപ്പം ആരും കാണില്ല അവൻ. മനസ്സിലായോ? ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാലും ലക്ഷ്മിക്കും ലൈഫ് മുന്നോട്ട് പോകണം, വർക്ക് കിട്ടണം, കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഇത്ര വിസിബിലിറ്റി തരുന്ന ഒരു ഷോന് നിങ്ങൾക്ക് ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചൊറിയാം. ഓക്കെ, ഉള്ള കാര്യത്തിന് മുകളിൽ നമുക്ക് സോളിഡ് റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിയാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ കാറിനകത്ത് അരി മേടിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിവോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ പറഞ്ഞതുകൊണ്ട് ഏഷ്യാനെറ്റ് അത് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇതാക്കി. നെവർ തിങ്ക് മാൻ. നിങ്ങൾ ഒരു എന്താ പറയുക UK-ലുള്ള അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ. നമ്മള് കാറിലിരുന്ന് അരി മേടിക്കുന്ന ആളാ. നിങ്ങൾ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഇത്രയും തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിയില്ല. യൂസ് യുവർ ബ്രെയിൻ, ഡോണ്ട് യൂസ് സമ്മൺ എൽസ് ബ്രെയിൻ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. വേറെ PR-ന്റെ ബ്രെയിൻ അല്ല യൂസ് ചെയ്യേണ്ടത്. തിങ്ക് യുവർ സെൽഫ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ 4 കമന്റ് ഇട്ടത് കൊണ്ടോ 4 ആൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടോ ചെയ്യുന്നൊരു ടീമല്ല എൻ്റെ മോൾ ഷൈനോ ഏഷ്യാനെറ്റോ. ഫൈൻ, അവരന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് അത് സോഴ്സ് ഉണ്ട്. ദേ ഹാവ് ലോട്ട് ഓഫ് ഗൈസ് ടു എന്താ പറയുക ഇത് സ്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവരങ്ങനെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അത് ജെന്യൂൻ ആയിട്ട് റീസൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ലെറ്ററോ അങ്ങനെ ഒരു ലെറ്റർ കാണിക്കുന്നുണ്ട്, ഒരു വീഡിയോ എടുത്ത് കൺസെന്റ് പറയുന്നുണ്ട് അങ്ങേര്. അതൊക്കെ അവിടെ റീച്ച് ചെയ്യാൻ ചിലപ്പോൾ സമയം എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കാണും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെങ്കിലും ലാലേട്ടൻ വന്ന് പറയും. ലാലേട്ടൻ വന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി 10 വീഡിയോ ഇട്, അതിൽ കുറച്ച് സീക്രട്ട് ഏജന്റ് കയറ്റ്, അതിൽ കുറച്ച് ഏഷ്യാനെറ്റ് കയറ്റ്, അതിൽ കുറച്ച് ഏഷ്യാനെറ്റിലെ ആളുകളുടെ പേര് കയറ്റ്, അതിനകത്ത് എൻ്റെ മോൾ ഷൈൻ കയറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മുഖമില്ലാതെ ആലോചിച്ച് നോക്കി. ഈ മുഖവും ഇല്ല, ഇത് ആരാന്നും ഐഡന്റിറ്റി ഇല്ല, ഇങ്ങനെയുള്ള കുറെ അങ്ങനെ ഏതെങ്കിലും ഒരു 7-ാം കൂലി ടീമിന്റെ വാക്കും കേട്ടിട്ട് വെറുതെ ഇങ്ങനത്തെ പരിപാടി എന്നാ. ഇപ്പൊ ഞാൻ പറയുമ്പോ ലക്ഷ്മി ഒരു ടോപ്പ് 5 പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ചുമ്മാ അതും കൂടി കൊണ്ടുപോയി കളയരുത്. മനസ്സിലായി? ഇപ്പൊ തന്നെ നിങ്ങള് ആ ഒരു ആദില നോറ ഇഷ്യൂവിന് ശേഷം ചാനലിനെതിരെയും ലാലേട്ടനെതിരെയൊക്കെ വെച്ച നിങ്ങളുടെ ഈ മുഖവും ഐഡന്റിറ്റി ഇല്ലാത്ത ടീമിന്റെ കമന്റും റീൽസും അടികൊണ്ടാണ് ലക്ഷ്മി ഇത്രയും ദിവസം എന്ത് വരാഞ്ഞേ. ഒരൊറ്റ ഫ്രെയിമിൽ ഒരു എപ്പിസോഡിലും ലക്ഷ്മിനെ കാണിക്കാതിരുന്നത്. ഇതൊക്കെ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. പക്ഷെ ലക്ഷ്മിന്റെ ഹസ്ബൻഡ് ഒരു കാര്യം ചിന്തിക്കണം, ലാലേട്ടനോട് ഈ കാര്യം പറയണ്ടെന്ന് ഇവനോട് ഞങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. ലാലേട്ടനോട് അപ്പൊ വിളിച്ചിട്ട് പറയണേ, മുന്നേ ചോദിക്കും മുന്നേ മോൻ പറഞ്ഞ ഞാൻ വീട്ടിൽ കയറ്റും മുന്നേ ലാലേട്ടനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലാലേട്ട കയറ്റണം, ലക്ഷ്മിയെ നമുക്ക് അടിച്ചിരുത്തണം. ഞാനാണ് ലാലേട്ടനോട് ഐ ഹാവ് സെഡ് ദാറ്റ്. ഇന്നലെ കുറെ നേരം ബിസി ആയപ്പോഴാ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ കുട്ടീനെ കയറ്റരുത്. ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ലാലേട്ടനായിട്ടൊക്കെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് നടക്കണു. അയാൾക്ക് നടക്കാത്തത് അതിനയാളൊന്നും വിഷമം പറയാക്കൂ. ഏത് യൂണിവേഴ്സ് ആലോചിക്കണം മാൻ. നിങ്ങളോട് എനിക്ക് ഒരു ഹെയ്റ്റും ഇല്ല, നിങ്ങളോട് ഒറ്റ കാര്യമേ പറയുള്ളൂ. ഇതിനിടയിലൊക്കെ പല ഉപകഥകൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഇടയിൽ നിൽക്കുന്ന കുറച്ച് എന്താ പറയാ കാട്ടുകള്ളന്മാരുണ്ട്. ഇവന്മാര് പല കഥയെ എനിക്കും എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും എത്തിച്ചു കാണും. പലരെ കുറിച്ചും പല രീതിയിലൊക്കെ തണുപ്പൊക്കെ മാറുമ്പോൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണം. അതൊന്ന് ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഭീഷണിന്റെ മുകളിൽ ഈ പാവം പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താണെങ്കിലും നന്നായിട്ട് നിങ്ങൾക്കും സ്പേസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്കും അരിക്കുള്ള വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈലൊക്കെ പൊക്കിക്കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതിനേക്കാൾ വ്യൂസ് ആണ് പല വേറെ പേജുകളിലും നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ പേജ് യൂസ് ചെയ്യുക. നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്യാം. അല്ല, നിങ്ങളുടെ പ്രൈവറ്റ് പ്രൊഫൈൽ ആയിരുന്നു, നിങ്ങളുടെ പ്രൈവറ്റ് ആയിരുന്നു, നിങ്ങൾ പബ്ലിക് ആക്കിയിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ കൊണ്ടുപോയിട്ട് പല ചാനലിലും ഭയങ്കര വ്യൂ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്താൽ അതിലേറെ വ്യൂസ് ഞാൻ കമന്റ് ഇടാം. ഓക്കെ, നമുക്കൊരു ഗിവ് ആൻഡ് ടേക്കിൽ എത്താം. ഓ ഫൈൻ. ഓക്കെ, നല്ല കേസും കൂട്ടം കാര്യമാണെങ്കിൽ സത്യത്തിൽ എനിക്കിതൊക്കെ പറഞ്ഞത് ചിത്തുവായി. മതി മതി മതി, ഇത്ര കൊടുത്താൽ മതി. സ്പേസ് കൊടുത്ത് അപ്പൊ ഒരു കാര്യം പറയാം, കുട്ടീനെ കാണിക്കാത്തത് വളരെ മോശം പരിപാടിയാണ്. ഓക്കെ, കാരണം അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി. അല്ലല്ല, കയറ്റാൻ പറ്റായിട്ടല്ല, ഇത് എന്തോ റീസൺ ഉണ്ട്. പക്ഷെ വാട്ട് എവർ റീസൺ, അത് ഇപ്പൊ കൺഫെഷൻ റൂമിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രൗഡ് സാധനമല്ലേ. അമ്മ ബിഗ് ബോസിലുള്ളപ്പോ കുട്ടി വന്ന് കയറുന്നത്. ഇപ്പൊ ഷാനവാസ് അതും ആ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. മനസ്സിലായി? ഇപ്പൊ ഷാനവാസിന്റെ മോള് വന്നപ്പോ ആ മോക്ക് ഇനി എല്ലായിടത്തും പറഞ്ഞു നടക്കാമല്ലോ. എന്ത്
ഞാൻ ബിഗ് ബോസ് കയറിയിട്ടുണ്ട് എന്നുള്ളത്. ഭയങ്കര വലിയ പിന്നെ അത്രയും യങ് ഏജിൽ അവർക്ക് അത് പറയാന്നുണ്ടെങ്കിൽ ഈ കുട്ടി വളരുമ്പോൾ കുട്ടിക്ക് പറയാൻ കിട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാറിയോ, അത് അമ്മ വഴി ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡായിരിക്കും. ഒന്നും വേണ്ട, വേണമെങ്കിൽ ലാലേട്ടൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ലാലേട്ടനോട് ഫോൺ വിളിച്ച് പറയാം, അടുത്ത സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ലാലേട്ടന്റെ കൈ പിടിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ തീർന്നു പോകാൻ അത് വേറെ റേഞ്ച് ആയിട്ടായിരിക്കും. ലാലേട്ടൻ കിട്ടുണ്ടാവല്ലോ, അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മറ്റേ ആന്റോ ചേട്ടനോട് വിളിച്ച് പറയാം, ആന്റണി നമ്മളാളല്ലേ. ഓക്കെ, ഇതൊക്കെ അപ്പൊ അതിങ്ങനെ ഒരു സൈഡില് മറ്റേ കുറച്ച് കോൺട്രവേഴ്സീസ് പോകുന്നുണ്ട്. അതൊക്കെ ആ വഴിക്ക് പോകും. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീസണിലെ കോൺട്രവേഴ്സി അല്ല ഞാൻ നമ്മളെ നെഞ്ചത്തേക്ക് ഒന്നും വരില്ലല്ലോ. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഈ നെഞ്ചത്തേക്ക് വന്നോട്ടെ, പക്ഷെ ഈ വരുന്നതിനൊരു അഡ്രസ് ചെയ്യാൻ ആള് വേണ്ടേ. നേരിട്ട് ഇപ്പൊ ജിൻഡോ ആണെങ്കിലും എനിക്ക് ജിൻഡോനുള്ള റെസ്പെക്ട് എന്താ അറിയോ, ഇവൻ നേരിട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? പിന്നെ കൂടിയുള്ള കുത്തല്ല, സ്ട്രെയിറ്റ് മുഖത്തോട് മുഖമാണ് വരുന്നത്. ഇപ്പൊ നേരിട്ടാ വരുന്നത് അറിയാതെ വരികയാണെങ്കിൽ പോലും വരുന്നുണ്ട്. അല്ല ഇതെന്താ അറിയോ, നേരിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ അറിയുന്നുണ്ട്. അതാണ് പ്രശ്നം. പക്ഷെ എന്റെ കുഴപ്പം എന്താ വെച്ചെങ്കിൽ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരെ കണ്ട ചിരിച്ചു കാണിക്കില്ല. പിന്നെ ഞാൻ ഈ മറ്റേ വിഷം കൂടിയ പക കൂടിയ സാധനമാണ്. പിന്നെ എവിടുന്നേലും കിട്ടിയാൽ ഞാൻ കുത്തും ചെയ്യും. അത് ഞാൻ വിടും ചെയ്യില്ല, തുരത്തി അടിക്കും ചിലപ്പോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പുറത്തെ ബിഗ് ബോസ് അവിടെ വെക്കാം. ഇത് ബിഗ് ബോസ് വീടിനകത്തുള്ള റിയൽ ബിഗ് ബോസിക്ക് വരാം. ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ഗിസേൽ അക്ബറിനെ കുറിച്ച് ഇവിടെ ഗെയിം കളിക്കുന്നത്, വൃത്തികെട്ട ഗെയിം കളിക്കുന്നത് ഗിസേലാണ്. കാരണം ഗിസേലിന് ആര്യന്റെ അമ്മ അല്ലെങ്കിൽ ഗിസേലിന്റെ അമ്മ, ആര്യന്റെ അമ്മയാണ് പോകുമ്പോൾ പറഞ്ഞു കൊടുത്തത് അക്ബറിനെ മാറ്റി നിർത്തണം, അക്ബറിനെ നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പോലും ആര്യനും ഗിസേലിനും മാറിപ്പോണം. അതിന് എന്തിനിടെ അക്ബറിനെ കൊടുത്തിട്ട് ബലിയാടാക്കുന്നത്? ഒനീല് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഗിസേല് ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഷാനവാസാണെങ്കിൽ ഇത് കിട്ടായിരിക്കും. എന്ത് ഷാനവാസ്? അവൻ കഴുകനാണ്, അവൻ ശവന്തീനിയാണ്. ഷാനവാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അക്ബർ ബാറ്ററി മാത്രം മാറ്റുക എന്ന് പറഞ്ഞാൽ മതി. ബാറ്ററി പൊട്ടിച്ചോ, എന്താ ഇത് കേട്ടോണ്ട് ഇതാണ് ആ കോൺവെർസേഷൻ, മനസ്സിലായോ? ഇതൊന്ന് കാണുമോ, എന്നിട്ട് മതി. ഞാൻ ഇവരുടെ സീൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഇവൻ മറ്റേ തല്ലുപിടിക്കുമ്പോ നമുക്കൊരു കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സാധനം സംസാരിക്കും. പക്ഷെ ഇതൊക്കെ ഉള്ളവരും നമ്മ കത്ത് അടക്കി പിടിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഉള്ളത് നമുക്ക് തോന്നലാണോ? ഇല്ല, അതൊന്നും ഇല്ല. തോന്നണല്ല, എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ പറയണം. അന്നത്രയും കേട്ടോ, അതായത് ഗിസേലും ആര്യനും കൂടി ഉള്ള ആ പുതപ്പിന്റെ അടിയിലെ സീന് ഉള്ള കാര്യമാണ് എന്നാണ് ആര് പറയുന്നത്? ഒനീല് പറയുന്നത്. എന്നിട്ട് ഇത് കേട്ട അക്ബർ ശരിക്ക് ഗിസേലിനോടും ആര്യനോടും ഭയങ്കര ട്രൂത്ത്ഫുൾ ആണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഇത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഇതേ ഒനീൽ ആ ഷാനവാസിനോട് ഒരു വട്ടം പോയി പറയുന്നുണ്ട്, എനിക്ക് എവിടെങ്കിലും ഒരു അവസരം കിട്ടിയാ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ട് ആര്യനെ അടിക്കുന്നു. ഇതാ ഒനീൽ പറഞ്ഞിട്ടുള്ളതാ. ഏതെങ്കിലും ഫാൻ പേജ് ആ പഴയ ക്ലിപ്പിനെ കുത്തിപ്പൊക്കിക്കോ, ഒനീൽ ആ സംഗതി ഷാനവാസിനോട് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ലൈവില്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതായത് ആര്യനെ അടിക്കാൻ കിട്ടിയ ഒരു വകുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ച് അടിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചെങ്കിൽ ഇത് ഒനീൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴേ അക്ബർ വെറിയിടാണ്. കാരണം കഴിഞ്ഞ കാര്യമാണ്, ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആസ് എ ഗുഡ് ഫ്രണ്ട് അക്ബർ എന്ത് ചെയ്തു, ഗിസേലിന്റെ അടുത്ത് പോയിട്ട് ഇന്നലെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കീം ആരക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഗിസേലിന്റെ അടുത്ത് പറഞ്ഞത്. ഗിസേൽ എന്ത് ചെയ്ത് നേരെ ഒനീലിനെ വിളിച്ചിരുത്തി സംസാരിച്ചപ്പോ ഒനീൽ പ്ലേറ്റ് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? അതോടുകൂടി അക്ബർ അവിടുത്തെ വില്ലനായി. അക്ബർ ഇപ്പൊ ആര്യന് വില്ലൻ, ഗിസേലിന് വില്ലൻ, ഒനീലിന് വില്ലൻ, ഷാനവാസിന് വില്ലൻ. ഇവരെന്താ ചെയ്യണ അറിയോ? വീട്ടിനകത്ത് വില്ലനും പുറത്ത് ഇയാളെ ഹീറോ ആക്കും. ഇത്രയും ദിവസം അക്ബർ ബീൻ ബാഗിൽ വെറുതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇനി ഇവര് അക്ബറിനെതിരെ തിരിഞ്ഞിട്ട് കളിക്കാതെ തന്നെ അക്ബർ സാധനം കിട്ടും. അത് ഷാനവാസ് തന്നെ കൊടുക്കും ചെയ്യത്. അതെ, നിങ്ങളെന്താ പറഞ്ഞത്? ട്രൂ ഫ്രണ്ട്സ് അല്ലേ അനീഷും ഷാനവാസും? അല്ല, അത് ചില സമയത്ത് 2 ദിവസം മുന്നുണ്ടായിരുന്നത് ഷാനുഖാന്റെ അവസ്ഥകൾ കേട്ടോളൂ. ഷാനുഖ കളിക്കുന്ന ഗെയിം ഒക്കെ നല്ല ഗെയിമാണ്. അത് വൃത്തികെട്ട ഗെയിമാണെന്ന് ഉണ്ടെങ്കിലും നല്ല ഗെയിമാണ്. എനിക്കതൊരു അതെ, ബിഗ് ബോസിന് ആവശ്യമുള്ള ക്രൂക്കഡ് ഗെയിമാണ്, നല്ല ക്രൂക്കഡ് ഗെയിമാണ്. അത് അയാളെ സർവൈവലിന് നല്ലതാണ്. ഞാനത് നല്ലതെന്നേ പറയുള്ളൂ.
ഓക്കെ ക്രൂക്കഡ് ഗെയിമാണ്. റിയൽ ലൈഫിൽ അത് മോശമുള്ളൂ, ഗെയിമില് അടിപൊളിയാണ്. റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെ പാര വെച്ചും കുതികാല് വെട്ടും പോകുന്നു അത്ര നമുക്ക് ഗുണകരാതെ. പക്ഷെ ബിഗ് ബോസിനകത്ത് ഇത് ഓക്കെയാണ് ഈ ഗെയിം. ഷാനുക്ക അടുത്തത് അടിക്കാൻ പോണത് മിക്കവാറും ആദിലേനായിരിക്കും. ആദിലേനെ 100 അധികം സൈഡില്ല ആദിലേനെ. കാരണം എന്താ പറയുക, ആദിലേനെ അടുത്ത് എല്ലാവരും ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ആദിൽ ഇയാളുടെ അടുത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല അതിൽ ഇയാളുടെ അടുത്ത് ഭയങ്കര ഒരു പ്രത്യേകിച്ച് ഒരു അടുപ്പാണ്, ഒരു ഏട്ടൻ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പണി കൊടുക്കും, അയാൾ ആക്കി വെക്കണോ അങ്ങനെ. അയാൾ എല്ലാവർക്കും പണി കൊടുത്തില്ലേ, എല്ലാവർക്കും പണി കൊടുത്തില്ല. ആർക്കാ പണി കൊടുക്കാതിരുന്നേ? ഫ്രണ്ടായി നിർത്തി എല്ലാവർക്കും അയാൾ പണി കൊടുത്തു. ആദിലേക്ക് മാത്രമേ വെക്കാത്തുള്ളൂ, ആദിലേക്കും വെക്കും. ആദിലേക്കും ഞാൻ ടൈം വന്നാൽ വെക്കും. അഭിലാഷ് ജസ്റ്റ് മിസ്സാ, അഭിലാഷിന് പണി വെക്കാൻ നിന്നായിരുന്നു. അഭിലാഷ് അപ്പൊ കഴിച്ചിലായി പോയി. അല്ല ഇതായിട്ട് അക്ബർ ഞാൻ കണ്ടോ മറ്റേ ഇത് ചെന്നൈയാണ്, മറ്റേ ആട്ടിൻതോളിൽ ചെന്നൈ ഡേ 1 മുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ എല്ലാരും അനുഭവിക്കുന്നുണ്ട്. അയാൾ അനുമോൾക്ക് ഇട്ട് കൊടുക്കുമ്പോ ഈ അതിലെന്ന് പറയുന്നത് കൂട്ടുപിടിക്കുന്നുണ്ടല്ലേ, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രശ്നം വരുമ്പോഴും അവരോട്. കാരണം എന്താ വെച്ചാൽ പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഷാനവാസിന് കൃത്യം അതാണ് ജിഷിൻ പുറത്തിറങ്ങി പറഞ്ഞത്. ഇതാ ഷാനവാസ് അല്ല, പുറത്തുള്ള ഷാനവാസ് അല്ല, അയാൾ പ്ലാൻ ചെയ്ത് അടിക്കുന്നത്. നല്ല ഗെയിം, ഒന്നും പറയാല്ല. അപ്പോഴത്തേക്ക് കയറ്റി വിട്ടു. ഇയാൾ ഇങ്ങനെ പൊളിക്കാൻ കാത്തിരുന്നപ്പോഴേക്കിന്. അതെ, പക്ഷെ ഇത് എക്സ്പോസ്ഡ് ആവും എപ്പോഴെങ്കിലും ഒക്കെ. അല്ലെങ്കിൽ ലാലേട്ടൻ എക്സ്പോസ് വീക്കെൻഡിൽ ശരിക്കും ലാലേട്ടൻ എക്സ്പോസ് ആക്കിയാൽ മതി. എല്ലാ സാധനങ്ങളും കാണിച്ചാൽ പൊളിഞ്ഞടുങ്ങും. അതോടുകൂടി ഒനിയിൽ ഡിം തീർന്നു. പക്ഷെ ഈ വീക്കെൻഡിൽ താഴെ കിടക്കുന്ന നെവിനും ഒനീനും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒനിയിൽ പോകാൻ ഒരു വഴിയില്ല എനിക്ക് തോന്നുന്നില്ല. നെവിൻ മിക്കവാറും ചാടും. നെവിനെ ആവും മുമ്പ് ചാടിക്കുന്നത്. ഒനീലിനെ അവിടെ തന്നെ വെക്കും. ഒനീൽ അവിടെ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാണിക്കണം. പക്ഷെ അപ്പോഴും ഷാനവാസ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് ഉൾട്ട പറയും, അതാണ് പ്രശ്നം. ഇതില് ഉൾട്ടൊന്നും പറയാൻ പറ്റില്ല, ക്ലിയർ കട്ട് സാധനമാണ്. ഷാനവാസിനല്ല, ഇതിൽ ഒനീലിനാണ് ഉൾട്ട പറയാൻ പറ്റാത്ത രീതിയിൽ ഒനീൽ വിടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ വന്നു. ഷോ കൊണ്ടുപോയത് ഇന്നത്തെ എപ്പിസോഡ് ഒനീലിന്റെ അമ്മയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. അവരെ അടുത്ത വട്ടം ഒരു കണ്ടസ്റ്റന്റ് ആയി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ്. പുറത്ത് വേറെ ആളുടെ തോന്നുന്നല്ലേ, എന്താ പറയാ സട്ടിലാണ്. പക്ഷെ വീഡിയോ ഫുള്ള് അടിപൊളിയായിരുന്നു. അമ്മയായിട്ടോ ഭയങ്കര ഫാൻസ് കൂടിട്ടോ. അടിപൊളിയാ. ആരിന്റെ അമ്മ പറഞ്ഞിട്ടില്ലേ, അവര് പ്രേമിച്ചോട്ടെ, എന്താ പ്രശ്നം? ഏത് കൊല്ലത്തിലെ ശരിക്ക് ICG ശരിക്കും തേഞ്ഞു പോയി. ICG ചോദ്യം ചോദിച്ചത്, ICG ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് ചോദ്യം ചോദിച്ചത്. അതെ, തേച്ച് വിട്ട് കളഞ്ഞളിയാ. അങ്ങനെ വീട്ടുകാരൊക്കെ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. നന്നായി സംസാരിച്ചു. ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയുടെ അമ്മ ഈ വീട്ടില് കയറ്റുന്ന ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറയാം, നിങ്ങൾ നിങ്ങളെ പെർസ്പെക്റ്റീവ് പറയാം. ലക്ഷ്മിന്റെ അമ്മ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വീട്ടിലേക്ക് ഞാൻ എല്ലാരെയും വിളിക്കുന്നു, ആദിലേനെയും നോറേനെയും ഞാൻ വിളിക്കുന്നു. പക്ഷെ എൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് മകളുടെ ചിന്താഗതികൾ പലതും ആയിരിക്കും. നിങ്ങളെ വീട്ടിൽ കയറ്റുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റ് ഔട്ടിലിരുന്നു. ദിസ് വാസ് ദ സ്റ്റേറ്റ്മെന്റ്. പറയും. ഞാൻ പറയട്ടെ, ഞാൻ ഇത് ഇവര് പറയുമ്പോ തന്നെ ഇവര് പ്രത്യേകിച്ച് നോക്കുന്നുണ്ട് ആദിലേനും നൂറിനെയാണ് പറയുന്നത് വീട്ടിൽ കയറ്റുന്ന കാര്യം പറയുമ്പോ. അപ്പോ ജസ്റ്റ് ഇവർക്ക് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞ, അവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരാം, എല്ലാവരും വരണം, ആദ്യം നൂറാണെങ്കിലും വരണം, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ സിറ്റ് ഔട്ടിൽ ഇരുത്തുള്ളൂ എന്നുള്ള പറഞ്ഞ സാധനം എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. കാരണം അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയറിയോ, ഇപ്പം അതായത് അവര് ഒന്നാമത് ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ടീച്ചറൊക്കെ ആയപ്പോൾ ആ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് കോമഡി പറയാൻ ആഗ്രഹം ഉണ്ടാവും, അത് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് ഫലിപ്പിക്കാൻ പറ്റില്ല. അതായത് ഞാൻ സായിനോട് പറയാണ്, സായി നാളെ എന്റെ കല്യാണമാണ്, ഈ വരണം. സ്നേഹനോട് പറയാണ്, ഈ വരണം. ഈ വരുന്നു വേണ്ട, അതിന്റെ അർത്ഥം ഇവൻ വരണ്ടെന്നുള്ളതല്ല. അത് പക്ഷെ ഫലിപ്പിക്കുന്ന കോമഡി ഫലിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് അതൊന്നും മയപ്പെടുത്തിയതാണ്. ഇതന്നെയാണ് എനിക്കും തോന്നിയത് തന്നെ. അതായത് മൂപ്പത്തിയാര് തമാശയാക്കാൻ വേണ്ടി പറഞ്ഞ, അതായത് മൂപ്പര് സത്യത്തില് മൂപ്പത്തിയാരുടെ മകളെ തന്നെ ട്രോൾ ചെയ്ത. അതായത് എന്റെ മകൾ, അവളുടെ ലൈഫ്, ഇപ്പത്തെ കാലഘട്ടം, അവളുടെ, അതായത് സ്വന്തം മകളെ മൂപ്പത്തിയാര് ട്രോളിനെ. മകളുള്ള വീട്ടിൽ എന്ന് പറഞ്ഞാൽ മകൾ ചിലപ്പോ അമ്മ മകളുടെ ഇതിലായിരിക്കും, അവരങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്. മകളായിരിക്കും ചിലപ്പോ ഇപ്പൊ കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കുന്നത്. അപ്പൊ ആ അമ്മയ്ക്ക് ഓബിയസ്ലി മകളുടെ കോളാണ് വീട്ടിനകത്ത്, അല്ലെ? ഗൃഹനാഥ എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന മകളായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് അവരെ ഇത് നോക്കണം. പിന്നെ മകൾക്ക് കുട്ടിയുണ്ട്. അപ്പൊ അവരുടെ തോട്ട്സ് നോക്കിയിട്ട് ആ അമ്മ പറഞ്ഞ എന്താ, മകളെ ട്രോൾ ചെയ്ത് നിങ്ങൾ അവളെ കാര്യം നോക്കണ്ട, നിങ്ങൾ സിറ്റ് ഔട്ടിലാണെങ്കിലും വീട്ടിലേക്ക് വന്ന് ഇരുന്നാ മതി. പക്ഷെ ഇതിനുണ്ടല്ലോ വേറെ പല ആംഗിൾസ്, പല ഡയമെൻഷൻസ് ഉള്ളിലും പുറത്തും. അല്ല, ആദില നോറ ഇന്ന് എന്തായാലും ഇതില് ലൈവ് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് അവരിതിനെ കുറിച്ച് വലുതായി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അവര് ഹാപ്പിയാണ്, വന്നവരെ വീട്ടുകാരും
സംസാരവും അവർക്കുള്ള ആക്സെപ്റ്റൻസും കൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അവർക്ക് പക്ഷെ അക്ബറും ഷാനവാസും ഒനീരും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാർക്ക്, അതും ഗെയിം പെർസ്പെക്റ്റീവിൽ എടുക്കുന്നവർക്ക് അതിലും ഏറ്റവും രസം വെച്ചാൽ നമ്മളെ ഷാനുക്ക അതാണ്ട് അക്ബർ പറഞ്ഞോടി അങ്ങനെ പറഞ്ഞോ റെക്കോർഡ് ചെയ്ത് വെക്കും. ഡേ 1 മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഫുള്ള് കേട്ട് അടുത്ത് വന്നിരുന്നിട്ട് എല്ലാം ഫീഡ് മനസ്സിലാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് അയാളെ മെമ്മറി ഓർ സംഭവിക്കണോ ഫുള്ള് എടുത്ത് വെച്ചിട്ട് ചർച്ച ഇടാൻ വേണ്ടിട്ട് നിൽക്കാണ് ഷാനവാസ്. ഇതില് പലരും ഈ പറഞ്ഞ അനുമോളെയാണ് ജിൻഡോ വേർഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇയാളാണ് ജിൻഡോ വേർഷൻ എന്ന് തോന്നുന്നു. ഫുള്ള് ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇയാള്, കംപ്ലീറ്റ് സാധനം ഇയാള് ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിൽ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ചിലപ്പോ ആദില നോറയുടെ PR എന്ത് ചെയ്യും, അതൊരു വേറെ ആസ്പെക്ടിൽ എടുക്കും. ഇനി ഇത് ഈ അനുവിന്റെ 2 ജെൻഡർ, അനുവിന്റേതല്ല, ഈ പറഞ്ഞ ലക്ഷ്മിന്റെ 2 ജെൻഡർ PR ഇല്ലേ, ഈ അമ്മയ്ക്ക് മാസ് BGM ഇട്ടിട്ട് ഇറക്കിയണ്ടല്ലോ, തോരത്തി അടിക്കണ മാറിയാൾ അങ്ങനെ വല്ലവരും ഇറക്കി അതൊരു കാരണവശാലും ചെയ്യും. അത് വെറും അത് ലക്ഷ്മിയോട് വരെ, അമ്മയോട് ലക്ഷ്മിയോട് വരെ ചെയ്യണ വെറും ചെറ്റ പരിപാടി ആയിരിക്കും ആ 2 ജെൻഡർ. അഥവാ പൈസ വന്നിട്ട് അങ്ങക്ക് PR എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസക്ക് വളരെ നഷ്ടമാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. വെറും നാറി പരിപാടി ആയിരിക്കും ആ അമ്മേനൊക്കെ. ആ അമ്മ തമാശക്ക് പറഞ്ഞ കാര്യമാണ്, അവർക്ക് അത് തമാശ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും അത് ചിരിയൊന്നും വരാതിരുന്നത്. കുത്തിരിപ്പ് ഉണ്ടാക്കി അതിനിടയിൽ കൂടി ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ വെറും തീട്ടപ്പണിയായിരിക്കും, തീട്ടപ്പണി എന്ന് അതിന് പറയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് അങ്ങനെ നെവിൻ അത്ര എന്താ പറയാ, ആ പൊട്ടിത്തെറിയും ചാടിക്കളിയൊന്നും നെവിന്റെ വീട്ടുകാർ വന്നപ്പോ നെവിന് അല്ലാത്തപ്പോ വീട്ടിൽ നെവിന് ബാക്കിയുള്ളവരുടെ ഫാമിലി വന്നപ്പോ ഫുള്ള് ചാടിക്കളിയായിരുന്നു. മറ്റേ അഭിഷേക് വരാത്തതിന്റെ പ്രശ്നമാണെന്നല്ലേ പറഞ്ഞു. ഫ്രണ്ട് വന്നില്ല എന്നുള്ളൂ. അഭിഷേക് എന്നൊരു പേരെടുത്ത് പറഞ്ഞില്ലല്ലോ. അല്ല, അഭിഷേക് അബി ലൈവിലൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞ സീസണിലെ അതൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല കേട്ടോ, ആ പോഷൻ ഞാൻ കണ്ടില്ല. കാരണം ഫാമിലി ഇതിൽ മൊത്തം ഞങ്ങൾ ലൈവില് ഫുള്ള് അഭിഷേക് പറയും. അപ്പൊ ഫ്രണ്ട് വരണമെന്നാണ് നെവിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് ഒരച്ഛനും അമ്മയും അനിയത്തിയും വന്നപ്പോ അത്ര ഹാപ്പി അല്ല ആള്. പിന്നെയാണ് ഹലുവ കഷ്ണത്തിന് അടി ഉണ്ടായി. അവിടെയും ഷാനവാസ് ചാടി വീടും ഇന്നലെ കിട്ടി. ഇന്നലെ കുറെ മാനം കിട്ടതാണ്. അപ്പൊ എന്തായാലും കിട്ടണ്ടേ. താടിയൊക്കെ കളഞ്ഞ രണ്ടാളാ പെട്ടെ. ഒരാൾ പെട്ടത് ഇതിൽ കാണിച്ചുള്ളൂ, മറ്റാൾ പെട്ടത് കാണിച്ചില്ല. ആരറിയോ? ഒന്ന് അനുമോളുടെ ഹലുവ. അനുമോള് പെടുന്നാണ് ആ പരിപാടിയല്ലേ കാണിക്കുന്നത്. കാരണം സ്വന്തം കാര്യം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചെയ്യണത്. മറ്റുള്ളവർ ചെയ്യണത് നോക്കി അതിൽ പ്രശ്നം കണ്ടുപിടിക്കുക. ആ സെയിം സാധനം മൂപ്പത്തി ചെയ്താൽ അത് അംഗീകരിക്കില്ല. അംഗീകരിക്കുക മാത്രല്ല, സ്വന്തം കാര്യം വരുന്ന സമയത്ത് നിന്ന് ആർഗ്യൂ ചെയ്യും. ബാക്കിയുള്ളവരുടെ കാര്യം കണ്ടുപിടിച്ച് കച്ചറ ഉണ്ടാക്കി സ്വന്തം പോയിരുന്ന് മൂങ്ങും ചെയ്യും. ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഓക്കെ, ഏത് സ്വന്തം കാര്യം ചെയ്തിട്ട് മൂങ്ങിയാൽ ബാക്കിയുള്ളവർ പിന്നെയും വെറുതെ വിടും. ഇത് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് കച്ചറ ഉണ്ടാക്കി അവിടെ പോയിരുന്ന് മൂങ്ങും. സ്വന്തം കാര്യം വരുമ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് ദേഷ്യം കൂടുതല്. ഇത് എന്താണെങ്കിലും അനുമോളെ ഹലുവ, അതേപോലെ അക്ബർ വിട്ടു. അക്ബർ ഓൾറെഡി കഴുകനാണല്ലോ. അനുമോൾ ഒരു ഹലുവയും കൊണ്ടുപോയി ലൈവ് കണ്ടെങ്കിൽ അല്ല, അക്ബർ ഒരു സമൂസയും കൊണ്ടുപോകില്ല. എവിടെയോ പൊളിഞ്ഞു കിടക്കുന്ന സമൂസ ആരും തിന്നാതെ വെച്ചതാ. ആ സമൂസ കട്ടൂസ ഇന്നലെ അക്ബറും ഡയലോഗ് അടിച്ചത് അടിച്ചു വിട്ടതാണ്. ഇയാള് സമൂസ കട്ട സമൂസ അടുത്തവൻ പിടിച്ചിട്ടുണ്ട് ഇയാള്. വിറ്റിട്ട് ഇയാള് കറക്റ്റ്. നമ്മൾ 2 കൊണ്ട് പോയി ആ മുഖമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ലൈവില്. അതിൽ പെട്ട് കഴിഞ്ഞപ്പോ മെല്ലെ അത് നൊറേന്റെ അടുത്ത് എടുക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി കുട്ടിക്ക് പഴം കൊണ്ടുപോയി കൊടുത്തത്, അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം. ലക്ഷ്മിയുടെ അതൊക്കെ ഭയങ്കര ടച്ചിങ്. എനിക്ക് ഭയങ്കര ഇതായി അതൊക്കെ. ഞാൻ പറയുമ്പോ ഒരു വീഡിയോ സന്ദേശമെങ്കിലും ലാലേട്ടൻ കുട്ടീനെ കാണിച്ചു കൊടുക്കണം. അമ്മയെന്ന് വിളിച്ചിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്രിഞ്ച്. ഇത് നമ്മൾ അതിനകത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ക്രിഞ്ചാന്ന് വിചാരിക്കില്ല. ഞാനൊക്കെ കുറെ ചെയ്തതാണ്. ഞാൻ മാപ്പ് ചോദിക്കുകയാണ് പ്രേക്ഷകരോട്. ആ പെങ്ങളുട്ടിക്ക് നിങ്ങൾക്ക് മഹാ ക്രിഞ്ചായിരിക്കുമല്ലേ, ക്ഷമ ചോദിക്കുന്നു ഞാൻ. എനിക്കിപ്പോഴാണ് അതിന്റെ ക്രിഞ്ച് എന്താ. ഞങ്ങൾക്ക് വല്ലാതെ ക്രിഞ്ച് ആയില്ല. ആ സമയത്തൊക്കെ ഞങ്ങള് ബ്ലോക്ക് ചെയ്ത് വെച്ചു. നിങ്ങള് ബ്ലോക്ക് ആ സമയത്ത് അവിടെ വർത്താനം പറഞ്ഞു മ്യൂട്ടാക്കി വെച്ചിട്ട് മതിയായി മനുഷ്യന്. സോറി ഗൈസ്, മനസ്സിലാവുന്നത് ഇത് അങ്ങനത്തെ സംഗതി ആയതുകൊണ്ട് എന്താ അറിയില്ല. അവിടെ മൈദ എഴുതി വെച്ചിട്ട്. അതെ, എന്താണെങ്കിലും തേഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവരിപ്പോ പുറത്തിറങ്ങുമ്പോൾ കണ്ടിട്ട്. പക്ഷെ നമ്മളെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല ചെയ്യാൻ. ഒന്നും ഇല്ലാത്തപ്പോ നമുക്ക് പിന്നെ അതേ വേറെ വഴിയുള്ളൂ. അവിടെ കടന്ന് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നതാ. ഞങ്ങൾ ഓൾറെഡി വേറെ വഴിയില്ല. അപ്പൊ ഞാൻ പറയാ, ഈ പറയുന്ന നിങ്ങൾ നാളെ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇതിൽ അപ്പുറം കളിക്കും. മനസ്സിലായോ? പോവാത്തല്ല, കിട്ടാനിട്ടാണ്. താല്പര്യമില്ല. എത്ര വിളിച്ചു? അതെ, വിളിച്ചു. എന്തിനറിയോ?
ആ സീസണൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സാധനം ഷിഫ്റ്റ് ചെയ്യാണ്ട് വേറെ സ്ഥലത്തേക്ക്. അതിൽ പോട്ടറിനെ പണിക്ക് വിളിച്ചിട്ടുണ്ട്. അല്ലേ മറ്റേ എന്റെ സാധനം അല്ലേ നമ്മളെന്താടാ ഇങ്ങനെ അല്ല. എന്നിട്ട് അത് കഴിഞ്ഞു. കായത്തിന്റെ പരിപാടി പ്രൊമോഷനൊക്കെ ആയിരുന്നു. ഒന്നിയിൽ പിന്നെ ഓബിയസ്ലി നല്ല ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ പോയി. പിന്നെ 2 പ്രേതങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 2 മുത്തശ്ശി പ്രേതം എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഫുഡിന് വീണ്ടും അടി. ഫുഡിന് വീണ്ടും ശരിക്കും കൊണ്ടുവല്ലേ അത്. പിന്നെ അത് ഒന്നാമത് ആര്യന്റെ പ്ലേറ്റ് എങ്ങാണ്ട് അതിനിടയിൽ വീണ് പൊട്ടി. വീണ്ടും സാധനം പോയി. എന്തായാലും ഈ സാധനത്തിനൊക്കെ അവിടെ ഫുഡിന് അടി ഉണ്ടാക്കൂടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ഒന്നും കിട്ടാത്ത സമയത്ത് കിട്ടുമ്പോഴുള്ള പരിപാടിയാണ്. അതിങ്ങനെ അടിയൊക്കെ ഉണ്ടാവും. അതിനൊന്നും പറയാനില്ല. നേരത്തെ ഫുഡുകൾ കിട്ടിയില്ലേ, ഇത് ലാസ്റ്റിക്ക് കിട്ടുന്ന ഫുഡുകളല്ലേ ശരിക്കും. അതെ, അത് കുറച്ച് നേരത്തെ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷാനുക്ക് ഒനിയിലും തമ്മിലുള്ള ഡിസ്കഷൻ. അതിനുശേഷം അനുമോള് പോയിട്ട് നെവിനെ പഠിപ്പിക്കുകയായിരുന്നു. റിസൾട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്തല്ലേ. അതെ, അതൊക്കെ ഫുള്ള് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിന്റെ ഗിസൈലിന് ഇപ്പൊ ഒരു ടീമായി. ആര്യനിൽ നിന്ന് മാറിയപ്പോഴത്തേക്ക് ഇപ്പൊ സാബുമാൻ ഒനിയിൽ പറഞ്ഞിട്ടുള്ള ആര്യനെതിരെയൊക്കെ പറയണ്ടല്ലോ. ഇപ്പൊ സത്യത്തിൽ ഗിസൈലാണ് ടീം ഉണ്ടാക്കണം. ഇപ്പൊ ഗിസൈൽ എന്ത് ചെയ്തു, ആര്യനും ഗിസൈലും സെപ്പറേറ്റ് ആണെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അവരല്ല, അന്തർധാര സജീവമാണ്. ഗിസൈൽ ഒറ്റയ്ക്ക് ഷാനവാസിനെ ഇന്നാ തിരക്കിന്റെ ഇടയിൽ കള്ളത്തരം കാട്ടാൻ ഏറ്റവും നല്ലത് തിരക്കുള്ള സ്ഥലമാണെന്ന് പറയില്ല. അതേപോലെ ഉണ്ട്. എന്നാ തിരക്കിന്റെ ഇടയിൽ ഒനിലിന്റെ അമ്മ വന്ന് അവിടെ അടിപൊളി വെക്കുമ്പോ അതിന്റെ ഗ്യാപ്പ് കൂടെ ഇരുന്ന് പെരും ചർച്ച ചെയ്യുന്നു. ഫുള്ള് ചർച്ച ചെയ്യുന്നു രണ്ടുപേരും. ഇത് ശരിക്ക് ഇവരിപ്പോഴാണ് ഗെയിം കളിച്ചു തുടങ്ങി. നമ്മൾ വിചാരിച്ചത് ഒരു പൊട്ടത്തിയായിട്ട് ഇരുന്നത്. അമ്മ വന്നപ്പോ മേക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത് വെറുതെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഗിസൈൽ ഇപ്പൊ ഒരു ഹിന്ദി ലെവൽ ഗെയിം കളിച്ചു തുടങ്ങി. അതായത് വിഷം വെച്ചു തുടങ്ങി. ഗിസൈല് വിഷം വെപ്പ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ഗിസൈൽ നൈസായിട്ട് വിഷം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വിഷത്തിൽ ആരൊക്കെ വീഴുന്നു ഗിസൈൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നിന്നത്. ഇനി എല്ലാരും ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഗെയിമും കളിക്കാൻ പോവാണ്. കളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. 36 ഏകദേശം കളി കളിക്കേണ്ടി വരും. അതെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. പിന്നെ പൂമ്പാറ്റകളുടെ ഒരു സ്നേഹപ്രകടനമൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അവര് പറയണത് അവര് വീട്ടിൽ വന്നില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ വന്നിട്ട് അത്രയും സ്നേഹിച്ചു ഇതൊക്കെ പറയുമ്പോ അവർക്ക് ഭയങ്കര എത്ര ബാക്കിയുള്ളവരാണെങ്കിലും സ്വന്തം വീട്ടിൽ അവര് ചെറുതായിട്ടെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവര് വീട്ടുകാർ വരുന്നുള്ളത്. ഇനിയിപ്പോ അവർക്ക് തോന്നൽ വന്നിട്ടുണ്ടാവും പുറത്തുനിന്ന് ഒരു കാരണവശാലും ഇവരെ വീട്ടുകാർ ഇവരെ ആക്സെപ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് കുറെ ടീം കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ. എന്തിനാണ് അപ്പൊ എന്താ പറയാ, ഇത് സ്വന്തം മക്കളുള്ളവരൊക്കെ തന്നെയാണ് എന്ത് ചെയ്യണേ, ഇവരെ പിരിപ്പിക്കാൻ. ഇതിപ്പോ എന്താ പറയാ, ഇത് ഈ പറഞ്ഞ ശരിയാ. അവരെ അച്ഛനും അമ്മയ്ക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിലെ പല ആളുകളും കാരണം അതുകൊണ്ട് വരാൻ പറ്റാതെ ബ്ലോക്കായി കിടക്കും. ഇതൊക്കെ കണ്ട ഏത് അച്ഛനമ്മയ്ക്ക് ഇഷ്ടം വിഷമം വരാലോചിച്ചൊക്കെ അവര് വരാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. ഇതിപ്പോ ഞാൻ എന്താ പറയുന്നത്, വാശിയൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഉറങ്ങി പിറ്റേ ദിവസം നീച്ചില്ല എന്നുണ്ടെങ്കിൽ പോയില്ലേ വാശി. അല്ല അല്ലെങ്കിൽ നമുക്ക് എണീച്ച് നിൽക്കുമ്പോ അറിയില്ല അടുത്ത മിനിറ്റിൽ എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ ഉള്ള നേരം ഇങ്ങനെ കണ്ണടഞ്ഞ് ആ എന്നേക്കുള്ളൊരു ഇരുട്ടണ് വന്നാ അവിടെ തീർന്നു ജീവിതം. പിന്നെ എന്ത് വാശി, എന്ത് വൈരാഗ്യം, എന്ത് മാനാഭിമാനം. ഞാൻ പറയാ, ഇപ്പൊ ഒരാള് ഒരു മുണ്ടും ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരാള് പെട്ടെന്നൊരു കണ്ണൊക്കെ പറഞ്ഞിട്ട് വീഴുന്നു വല്ല ഓടയിലോ വല്ല ചളിക്കുണ്ടിലാണെന്നുണ്ടെങ്കിൽ നാറി മരിക്കില്ലേ. അപ്പം മാനാഭിമാനം ഉണ്ടാവും ഒരാൾക്ക്. തുണി മാറിപ്പോയി എന്ത് ചെയ്യും. എടേ മനുഷ്യനാണ്, അവരും മനുഷ്യന്മാരാ. മക്കളെ മനസ്സിലാക്കേണ്ടത് വാപ്പി ഉമ്മയല്ലേ. അല്ലാതെ കണ്ണ് കണ്ടോരോ വാക്ക് കേട്ടിട്ടോ കുറേ പടച്ചോൻ്റെ കിതാബ് പറഞ്ഞിട്ടൊന്നുമല്ല. ഉപ്പയും ഉമ്മയാണ് മക്കളുടെ ഏറ്റവും വലിയ പടച്ചോൻ. അവരെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ട, നിങ്ങൾ വാശി പിടിച്ചിരുന്നോ. അവരെ ഒരു നേരത്തെ സന്തോഷത്തിനെങ്കിലും അല്ലേ. അല്ല ഇനിയിപ്പോ അവരൊക്കെ വിചാരിക്കുന്ന പോലെയാണ് യഥാർത്ഥ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര ലൈഫ് കൊളായി പോകുന്നുണ്ട്, എത്ര എന്തൊക്കെ സംഭവിക്കുന്നു നമ്മളെ നാട്ടിൽ. അനുമോളോട് നമുക്ക് പറഞ്ഞിട്ട് വീട്ടിൽ പോവാ എപ്പോഴും പറയാണ്, വീട്ടിൽ പോവാ നമുക്ക്, ഞാൻ കാണിച്ചിരാ, എന്റെ വീട് കാണിച്ചിരാ, സ്ഥലം കാണിച്ചിരാ, ഉമ്മേനെ കാണിച്ചിരാ ഒക്കെ പറയുന്നുണ്ട്. ഇതായിട്ട് പറയുന്നുണ്ട്. എന്താണെങ്കിലും അവരൊന്നും ഫാമിലി ഇതിൽ അടുക്കാൻ പോകുന്നില്ല. എഫേർട്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. എത്ര എഫേർട്ട് ഇട്ടോക്കണേ അവരിട്ടേനേക്കാ എഫേർട്ട് പുറത്തിരുന്നിട്ട് പല ആളുകളും ഇതിന് ഇട്ടിട്ടുണ്ട്. ഈവൻ ചാനലിന്റെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും എന്റെ അച്ഛനെ വരെ കോണ്ടാക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ അവര് ശ്രമിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതെ,
അവര് പല രീതിയിൽ അവര് ചെയ്യും. നമ്മളന്ന് അച്ഛൻ വരാത്തത് ഇന്ന സംഭവം കൊണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അവര് പിന്നെ ശ്രമിക്കും. പിന്നെ വിളിച്ചു വരാൻ പറയും വരാൻ പറ്റണില്ല. അച്ഛനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞിട്ട് പോലും അവര് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അവര് ട്രൈ ചെയ്തിട്ടുണ്ടാവും ചാനലിന്റെ ഭാഗത്തുനിന്നും. ബട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര വാശി പിടിച്ചിരിക്കുന്ന ടീമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. അത് ഒപ്പമുള്ളവരും ഈ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഒപ്പമുള്ളവരും ഇന്നൊക്കെ മാറിയിട്ട് വേറെ കുറെ ടീംസ് ഇപ്പൊ അതിനിടയിൽ കയറിയിട്ടുണ്ട്. അല്ല അവര് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഫാദറും മദറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മോളെ എങ്ങനെയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം അതിനും വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ലല്ലോ എന്നൊക്കെ. ശരിയല്ലേ അത്? അതോ ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ലെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ രാത്രി പോകുന്നത് കാണണം. കാരണം ഗിസൈലിന്റെയും ഒനീലിന്റെയും ഷാനവാസിന്റെയും അക്ബറിനെതിരെയുള്ള പ്ലാനിങ് നടക്കുന്നുണ്ടാവും. അക്ബറാണ് ഇതൊന്നും അറിയണമില്ല. ഷാനവാസ് ഇങ്ങനെ ചെയ്ത് വിചാരിച്ചില്ലേ അക്ബറിനെതിരെ? പാവന്റെ അക്ബർ എന്താ നിഷ്കളങ്കനായിട്ട് എന്നാലും ജിസേലോട് പറഞ്ഞു കൊടുത്തറിയോ? എന്ത് എന്താ പറയാ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ നീ ശ്രദ്ധിക്കുക. അപ്പൊ ജിസേല് പറയില്ലേ ഉറപ്പായിട്ടോ അക്ബറുള്ള കല്യാണം വിളിക്കും. അക്ബറിന്റെ ആത്മാർത്ഥമായിട്ട് ഒരു മൂത്രം ഒഴിച്ചാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ. അക്ബർ ബിആറിനെ ആൾക്ക് കല്യാണം വിളിക്കും തന്നെ. അതൊക്കെ മനസ്സിലായി. കല്യാണം വിളിക്കാന്നല്ല എനിക്ക് നല്ല രസം തോന്നി. വർത്താനം ആണെങ്കിലും സംസാരമാണെങ്കിലും ജെനുവിനായിട്ട് തോന്നി. ചീത്ത കണ്ടൊക്കെ രസമില്ലേ? നീ ഓടാറ് ആരാ കപ്പടിക്കണ്ടേ? അക്ബർ ആരാ കപ്പടിക്കണ്ടേ? അനീഷ് എന്റെ ബിആറിനൊപ്പാണ്. എടുത്തില്ലെങ്കിൽ എന്റെ പൂമ്പാറ്റക്ക് ഞാൻ കൊടുത്തു അതേ കൊടുത്തു. മോഹൻലാൽ അങ്ങനെയെങ്കിലും ആ മനുഷ്യൻ ആ കപ്പൊന്ന് കിട്ടട്ടെ, എടുക്കട്ടെ. ബിഗ് ബോസ് ആ മനുഷ്യൻ ഈ സീസൺ എങ്ങനെയും കഴിഞ്ഞാൽ മതി. ഇപ്പത്തോടെ ദൃശ്യം 3 ഷൂട്ടിംഗ് നടക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി സദാചാരം മറ്റൊരു സാധനം. അപ്പൊ ഓക്കെ ഗൈസ്, പരിപാടികൾ നിങ്ങൾ നിർത്തുകയാണ്. ബൈ.